പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കത്തില്ല എന്ന് കർത്താവിൻ്റെ വചനം നൽകുന്ന ഉറപ്പാണ്. ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ശൗൽ തനിക്ക് വിരോധമായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒറ്റയൊരു വാക്ക് നിമിത്തമാണ് ദാവീദ് 10,000-ത്തെയും ശൗൽ 1,000-ത്തെയും കൊന്നു എന്ന് പറഞ്ഞ ആ വാക്ക് നിമിത്തം അന്നു മുതൽ ഈ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങുന്നതായിട്ട് നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ കണ്ണുകടി തുടങ്ങിയ ശേഷം ശൗലിൻ്റെ ഒറ്റയൊരു പദ്ധതി എങ്ങനെയെങ്കിലും ദാവീദിനെ തകർക്കണം. ശൗലിൻ്റെ ഉള്ളിലൊരു ചിന്താഗതി ഇപ്രകാരമാണ്: ഇനി രാജസ്ഥാനമല്ലാതെ മറ്റ് ഏതൊരു പദവിയാണ് ദാവീദിന് കിട്ടാൻ സാധ്യതയുള്ളത്? കാരണം രാജസ്ഥാനത്തിൽ മാത്രമേ ഞാൻ അവനേക്കാൾ മുകളിലുള്ളൂ. കൊന്ന വിഷയത്തിൽ പോലും ദാവീദിന് 10,000 കിട്ടി. അപ്പോൾ ഇനി കിങ്ഡം അല്ലെങ്കിൽ ഒരു രാജാവായിരിക്കാം ഒരു പദവി മാത്രമേ എന്നെ ദാവീദിന് ഡിഫറൻ്റ് ആക്കി നിർത്തുന്നുള്ളൂ. അതുകൂടെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ശൗല് ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി പലപ്പോഴും പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 ശമൂവേലിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ശൗൽ ഒരുക്കുന്ന ഒരു പദ്ധതി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അനന്തരം ശൗൽ ദാവീദിനോട്, എൻ്റെ മൂത്ത മകൾ രേഹബുണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരും. നീ ശൂരനായി എനിക്ക് വേണ്ടി യഹോവയുടെ യുദ്ധങ്ങൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ കൈയല്ല, ഫിലിസ്ത്യരുടെ കൈ അവൻ്റെ മേൽ വീഴുവാൻ സംഗതി വരട്ടെ എന്ന് ശൗൽ വിചാരിച്ചു. ഇവിടെ ശൗൽ വിചാരിക്കുകയാണ്, എൻ്റെ കൈയല്ല, ഫിലിസ്ത്യരുടെ കൈ അവൻ്റെ മേൽ വരട്ടെ എന്ന് ശൗൽ വിചാരിക്കും. ആ ഒരു വിചാരത്തിൽ നിന്ന് താൻ ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സംഭവിക്കുന്നത് നമുക്കറിയാം. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ ഫിലിസ്ത്യരുടെ കൈ തന്നെ തകർത്ത് കളവാൻ ദൈവം അനുവദിച്ചില്ല. ശൗല് പറയുന്നത്, എൻ്റെ കൈ അവന് വിരോധമാകണ്ട, ഫിലിസ്ത്യരുടെ കൈ വിരോധമായാൽ മതി. പക്ഷേ ഈ ശൗൽ തന്നെ ഫിലിസ്ത്യരുടെ കൈയാൽ കൊല്ലപ്പെട്ടു. അതേ സമയത്ത് ദാവീദിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. കാരണം ഈ ശമൂവേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, 2 പ്രത്യേക സാഹചര്യത്തിൽ ദാവീദിന് ശൗലിനെ കൊല്ലാനുള്ള അവസരം കിട്ടി. പക്ഷെ അവിടെയും തിന്മ ചെയ്യാതെ നന്മ ചെയ്യുന്ന ഒരു ദാവീദിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. താൻ പറയുകയാണ്, എൻ്റെ കൈ ഒരിക്കലും അഭിഷേകത്തിന് വിരോധമായി, അഭിഷേകം ചെയ്യപ്പെട്ട ശൗലിന് വിരോധമായി ഒരിക്കലും നിൽക്കത്തില്ല എന്ന് പറയുകയാണ്. ദൈവമക്കളെ, നമ്മൾ പ്രതികാരം ചെയ്യാതിരിക്കുമ്പോൾ, നമ്മൾ നന്മയാൽ തിന്മയെ ജയിക്കുമ്പോൾ, നമുക്ക് വേണ്ടി ശത്രു ഏതൊക്കെ പദ്ധതി ഒരുക്കിയാലും, ഇവിടെ ശൗല് പറയുന്നത് പോലെ എൻ്റെ കൈയല്ല, ഫിലിസ്ത്യരുടെ കൈ വിരോധമായിരിക്കട്ടെ, പക്ഷേ കർത്താവ് അത് അനുവദിച്ചില്ല. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് എനിക്കിതാണ് പറയാനുള്ളത്: കർത്താവ് നിങ്ങൾക്ക് അനുകൂലമായി